ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലനും വീട്ടുകാരും വന്നപ്പോഴത്തേക്കും വിനയ പുരസ്കാരം നാടകം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ മൂന്നെണ്ണങ്ങളും കൂടെ വന്ന് ഇങ്ങനെ നിരന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ബാലനൊക്കെ ഭയങ്കര സന്തോഷമായി. വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനേക്കാളും സന്തോഷമായി ഇവർക്ക്. അപ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ ഇറങ്ങി ചെന്നു. അപ്പോൾ സുഖമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാരാ എന്ന് ചോദിച്ചു മിത്രയെ കണ്ടപ്പോൾ. ഇത് ആര്യന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ആര്യൻ എൻ്റെ ഇളയ മകനാ, ഞാനൊന്ന് പറഞ്ഞിരുന്നു, അവനൊന്ന് തിരക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ മോളുടെ പേരെന്താന്ന് ചോദിച്ചു. മിത്ര എന്ന് പേരും പറഞ്ഞു. ആഹാ, നല്ല പേരാണല്ലോ, വെറൈറ്റി പേരാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഉദയഭാനു. മീനാക്ഷി മിത്ര, നല്ല ചേർച്ചയുള്ള പേരുകളാണല്ലോ എന്ന് പറഞ്ഞു. ബാല, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ബാലനെയും കുടുംബത്തെയും എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക. അകത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ മോള് ദേവി എന്തെന്ന് ചോദിച്ചു. അതെ, ഉദയഭാനു സാറേ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഉദയഭാനു സാറേ എന്നുള്ള ഈ വിളി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ അവസാനിച്ചിരിക്കണം, ദേവിമോൾ അകത്തുണ്ട് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ അതും പറഞ്ഞവരെല്ലാവരും ഇങ്ങനെ ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അയ്യോ, ആനന്ദിന്റെ സന്തോഷം പറയാൻ വയ്യേ, എത്ര സന്തോഷാ. അതെ, നമ്മൾ ബന്ധുക്കളാ, സാറും കുട്ടിയൊന്നും അല്ല. ഉദയഭാനു അത് മതി കേട്ടോ എന്ന് പറയുമ്പം അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ശീലമായി പോയി. അതുമല്ല, ഞങ്ങൾ കച്ചവടക്കാർക്ക് അല്ലാതെ തന്നെ ഒരു സഹാറവിളി സ്വഭാവം, അത് കൂടപ്പിറപ്പാണെന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ആ വിളി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ശ്രമിക്കാമെന്നും നമ്മുടെ ബാലനും പറഞ്ഞു. അപ്പൊ ഈ പഴങ്ങളും പൂക്കളും ഒക്കെ കണ്ടപ്പോ, അല്ല ഇതൊക്കെ കൊണ്ടുവന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങളുടെ ഭാഗത്തൊക്കെയുള്ള ഒരു രീതിയാണെന്നും വധുവിന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോ അത് പഴവർഗ്ഗങ്ങളും ഒക്കെ ഞങ്ങൾ കൊണ്ടുതരണം. അതുപോലെ വധുവിന്റെ തലയിൽ പൂക്കൾ വെച്ച് കൊടുക്കണം, കയ്യിൽ വളയും ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി പറയാ കേട്ടോ. ഇവിടെ ഒരാൾ കഥാനായികയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്നും പറഞ്ഞിട്ട് ധർമ്മൻ ആനന്ദിനെ കൊളുത്തി വർത്തമാനം പറഞ്ഞപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞു നിൽക്കുക. അപ്പം മോളെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. ആനന്ദ് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുവാണ്, ദേവിയെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ ധർമ്മൻ എന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും അമ്മ മോളെ വിളിച്ചോണ്ട് വരുന്നു. സുന്ദരിയായി വരുന്ന ദേവിയെ കണ്ടപ്പോഴത്തേക്കും ആനന്ദിന്റെ കണ്ണൊക്കെ നിറഞ്ഞു, എന്താ പറയണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. എല്ലാവരുടെ മുന്നിലേക്ക് വന്ന് കൈകൂപ്പി അതിനുശേഷം അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ ദേവി ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. എൻ്റെ ദൈവമേ, പറഞ്ഞു കൊടുത്തതിലപ്പുറം അവള് ചെയ്യുന്നുണ്ട് എന്ന് ഉദയഭാനു പതുക്കെ ചെവിയിൽ ഭാര്യയോട് പറയുമ്പോൾ, അവൾ എൻ്റെ മോളല്ലേ എന്ന് അമ്മ ചെവിയിൽ പതുക്കെ പറയണു. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ചെവി കടിച്ച് പറിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും അവിടെ. ഈ സമയത്ത് സത്യം പറഞ്ഞ മുതിർന്നവരെ കാണുമ്പോൾ കാല് തൊട്ട് തൊഴുന്ന പെൺകുട്ടിയെ കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ബാലൻ അന്നേരം പറഞ്ഞു കേട്ടോ. ബാല, കാശ് വരും പോകും, പക്ഷേ മൂല്യങ്ങൾ, ഗുണങ്ങൾ അതൊക്കെ മനുഷ്യന്റെ അവസാനം വരെ വേണം. അങ്ങനെയാണ് ഞാനും സ്ത്രീകളെയും മക്കളെ പഠിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ബാലനും പറഞ്ഞു. അന്ന് ബാലനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഒറ്റയടിക്ക് എനിക്കൊരു പ്രത്യേകത തോന്നി. ഇങ്ങനെ ഒരാളിന്റെ മകനെ ഞങ്ങളുടെ കുടുംബത്തിൽ വേണമെന്ന് തോന്നി. കാരണം ബാലനും മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നി എന്ന് അദ്ദേഹം പറയാം. നമുക്കിനി താലം കൈമാറിയാലോ എന്ന് ആകാശം തരൻ പറഞ്ഞു. പിന്നെ അതെ, ഞാനും ഗോമതിയും ചേർന്ന് താലം ഉദയഭാനു സാറിനെയും ഭാര്യയെയും ഏൽപ്പിക്കും. അപ്പൊ ഉദയഭാനു സാറല്ല, വേറും ഉദയഭാനു. അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവര് താലം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അയ്യോ പാവ, ആനന്ദിന്റെ സന്തോഷം ഒന്ന് കാണാമായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ദേവിയുടെ തലയിൽ ഇവർ പൂ വെച്ച് കൊടുക്കുന്നു. പൂ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വളയെടുത്ത് കയ്യിലിടിയിക്കുന്നു. അപ്പോഴേക്കും അയ്യോ എന്നും പറയാണ്ട് അച്ഛനും അമ്മയും തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കും. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും വലിയ വളയൊക്കെ കൊണ്ടുവന്ന് ഇടുമെന്ന്. അങ്ങനെ വലിയൊരു കാപ്പാണ് നമ്മുടെ ദേവിയുടെ കയ്യിലേക്ക് ഇവരിട്ട് കൊടുക്കും. ഒന്നല്ല, 2 കാപ്പ്. അങ്ങനെ 3 പവന്റെ 2 കാപ്പ് 2 കയ്യിലും അങ്ങ് ഇട്ട് കൊടുത്തില്ലേ. എൻ്റെ ദൈവമേ, ഇതൊക്കെ കണ്ട് നമ്മുടെ ദേവി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയും അച്ഛനും അതിനേക്കാൾ ഹാപ്പി ആയിട്ട് ഒരു വളയിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് 2 വള ഇട്ടിരിക്കുന്നു. ഒരു 3 പവനെങ്കിലും കാണുമല്ലേ ഒരെണ്ണം. ഉദയഭാനു ഒരു 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുമല്ലേ എന്ന് ഒന്ന് മിണ്ടരുടി എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരോട് ഇങ്ങനെ പറയാം. പിന്നെ അങ്ങനെ വളയിടൽ ചടങ്ങ് കൂടി കല്യാണം ഉറപ്പിക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, ബാല, നിങ്ങളാണ് യഥാർത്ഥ കുടുംബനാഥൻ. കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ മക്കള് ഭാഗ്യമുള്ള മക്കളാണെന്ന് പറഞ്ഞു ഉദയഭാനു. ഇനി ആനന്ദമോൻ ശ്രീദേവി മോളോട് സംസാരിക്കട്ടെ എന്നു. ഇനി സംസാരിക്കോ, ഫോൺ വിളിക്കോ, നേരിൽ കാണോ, എന്താന്ന് വെച്ചാൽ ആവാന്നും പറഞ്ഞായി നമ്മുടെ ബാലൻ. അതിനുള്ള ആ ഒരു അനുവാദമാണിതെന്ന്. ആനന്ദേട്ടന്റെ മുഖം തെളിഞ്ഞല്ലോ എന്ന് പറഞ്ഞു മീനു. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ആനന്ദേട്ടൻ എന്ന് ആകാശ. അതേ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ധർമ്മം പറയുവാണേ. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു ഇതെല്ലാം പറഞ്ഞു. അതിനുശേഷം മീനു ചെന്ന് ദേവിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നു. അത് കഴിഞ്ഞ് 2 പേരും കൂടെ സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. ആനന്ദനാണ് ടെൻഷനാ, ദേവിക്ക് അതിനേക്കാളും വലിയ പേടി. ഈ സമയത്ത് ആനന്ദാണെങ്കിൽ സത്യത്തില്
ഞാനിപ്പോ ഒരു സ്വപ്നം കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ആനന്ദ് പറയുമ്പോൾ ദേവി പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണെന്ന്. അത് പിന്നെ സന്തോഷം കൊണ്ടേ വാക്കുകൾ പോലും എനിക്ക് കിട്ടണില്ല എന്ന് ആനന്ദ് ദേവിയോട് പറയുമ്പോൾ എനിക്കും എന്ന് ദേവി ഭയങ്കര ഇതാണ്. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് തന്നെ പോലെ ഒരാൾക്ക് വേണ്ടിയാണെന്ന് നമ്മുടെ ആനന്ദ് പറയാം. ദൈവത്തിനോട് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കും എന്ന് ദേവി. ഞാനൊരു കാര്യം തന്നോട് തുറന്നു ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ആനന്ദ്. അപ്പൊ എന്താ എന്ന് ദേവി. വലിയ കാശുകാരായ കുടുംബം, നല്ല വിദ്യാഭ്യാസം, കാണാനോ വളരെ സുന്ദരി. അപ്പോഴേക്കും ദേവിയുടെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ടും എന്നെ പോലെ ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെട്ടു. അത് എന്തുകൊണ്ടാണെന്ന് ആനന്ദ് ചോദിച്ചപ്പം അത് പിന്നെ പണത്തിനും പദവിക്കൊക്കെ മുകളിലല്ലേ സ്നേഹം എന്ന് പറയുന്നത് എന്നിങ്ങനെ നമ്മൾ ദേവി പറയാം. മതി, എനിക്ക് അത്രയും കേട്ടാൽ മതി എന്ന് ആനന്ദ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാലേ എനിക്ക് ഇന്ന് തന്നെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇടയിലേക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് കയറി വന്നു. അതെ ഉറക്കത്തിൽ അവൻ പെറുപെറുക്കുന്നത് എന്താണെന്ന് അറിയോ? ദേവി എന്നാണെന്ന് പറഞ്ഞ് ധർമ്മൻ. അല്ലടാ ആനന്ദ് ആകാശിനോട് ചോദിച്ചപ്പോൾ അതെ പഴയൊരു പാട്ടുണ്ടല്ലോ, ദേവി എന്നുള്ള പാട്ട്, അതൊക്കെ ഇവനിപ്പോൾ പാടുന്നെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയുന്നു. താഴെ ഇവരിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് മിത്രയും മീനും അതുപോലെ ഗോമതിയും ഒക്കെ കൂടെ. ഈ സമയത്ത് ഗോമതി പറയാം, നല്ല അടിപൊളി വീട്, നല്ല വീട്ടുകാരല്ലേ മോളെ, അപ്പൊ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു, ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ നല്ല പെരുമാറ്റമാണെന്ന് പറഞ്ഞു മിത്ര പറയാം. പിന്നെ പുതിയ മരുമകൾ വരുമ്പോഴേ നമ്മൾ രണ്ടുപേരും ഔട്ടാവുന്നാ തോന്നുന്നതെന്നും മീനും. എന്തായിരുന്നു പൂച്ചൂടല്, ഉമ്മ കൊടുക്കല്, വളയിടല്, എന്റെ ഈശ്വരന്മാരേ. അപ്പോഴേക്കും മിണ്ടാരിമാരിയായി ഇങ്ങനെ കഴിക്കുന്നു പറഞ്ഞിട്ട് ഗോമതി മക്കളോട് പറയപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ഗോമതി, മീനാക്ഷി, എല്ലാവരും കൂടെയുള്ള സന്തോഷമൊക്കെ ഒന്ന് കാണുമായിരുന്നു ഞാൻ. അല്ല ഇപ്പൊ എന്തു പറയുന്നു, ഞാൻ കണ്ടുപിടിച്ച ആലോചന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ മൂന്നുപേരും അത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഗോമതി പറയാട്ടോ. ആനന്ദിന്റെ ഭാഗ്യം തന്നെയാണെന്ന് ഗോമതിയും. അതെ, ഇത്രയും നല്ലൊരു ആലോചന വരാനായിരിക്കും നമ്മൾ ഇതുവരെ കാത്തിരുന്നത്. ഇതെല്ലാം നമുക്ക് കഴിക്കാൻ വെച്ചിരിക്കല്ലേ, എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാലന്റെ ഓരോരുത്തരെ കൊണ്ട് കഴിക്കും ഗോമതി, കഴിക്കുമോളെ എന്നും പറഞ്ഞു. ഈ സമയത്ത് അവിടെ ഉദയഭാനുവും ഭാര്യയും പേടിച്ച് വിറച്ചെങ്ങനെ ഇരിക്കുക. രണ്ടെണ്ണങ്ങളും കൂടെ അപ്പുറം മാറി നിന്നിട്ട് അതെ ഭക്ഷണം കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്കണം. എടി ഇവര് ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡും അത് അപകടം നിറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ അതെ എന്ന് ഭാര്യ ഭർത്താവും കൂടെ ഇരുന്ന് പറയണു. എന്ത് ചെയ്യുമെന്ന് ഇവർക്കും അറിയത്തില്ല. ഈ തലയിൽ വിഗ് വെച്ചിട്ട് എനിക്ക് ചൊറിഞ്ഞിട്ട് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതേ ഉദയഭാനുവേട്ടാ അതൊന്നും എടുത്തേക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അതെ ചിക്കൻ വിളമ്പുമ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ ചിക്കൻ കുറച്ചേ വിളമ്പാവുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ നീ ഈ വർത്തമാനം പറയുമ്പോഴേ തന്നെ ലോക്കലായി പോകും. അയ്യോ ആണോ ഏട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി. വളുവളാന്നുള്ള സംസാരം വേണ്ട, വഴുവനാട് ഭാഷ തന്നെ നീ പിടിച്ചോളാൻ പറഞ്ഞു. ഇതാ ഇപ്പൊ നന്നായേ, എന്താ ഈ കാട്ടണ്ണേ എന്നൊക്കെ ചോദിക്കണം. അയ്യോ ഇങ്ങനെയൊക്കെ ഞാൻ പറയണ ഏട്ടാ, പിന്നെ അല്ലാതെ ആര് പറയൂടി, നീ പറയണോന്നും പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് നമ്മുടെ ദേവിയുടെ അനിയത്തി വന്നു. അപ്പോഴേക്ക് ആനന്ദിന്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് ധർമ്മനും അതുപോലെ ആകാശം കൂടെ ഓടി വന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് പറയാം. എന്തായാലും അളിയന്റെ പോയിന്റ് നല്ല ഒന്നാന്തരമായിട്ട് സ്കോർ ചെയ്തു എന്നും പറഞ്ഞിട്ട് ധർമ്മൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉദയഭാനും അങ്ങോട്ടേക്ക് വരുക. അതെ ഞാൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇത് നോക്കാൻ പോയതാ. അയ്യോ ജ്യൂസും സ്നാക്സ് ഒക്കെ ആയില്ലേ, എന്തിനാ വരുന്നത്, അത് മതി. അയ്യോ നന്നായി, ഫുഡും കഴിപ്പിച്ച് വൈകിട്ടത്തെ ചായയും കുടിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ഉദയഭാനുവിന്റെ ഫോൺ റിങ് ചെയ്തു. ഈ സമയത്ത് ഒരു മിനിറ്റ്, അതെ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞെടുത്തു. ഹലോ, അപ്പൊ ഹലോ സാർ, ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് അവിടെ ഇരുന്ന ഫോണിലൂടെ. അതെ മിനിസ്റ്ററോടൊന്ന് പറയോ, ഞാൻ തിരിച്ച് വിളിച്ചോളാമെന്ന്, ഞാനിപ്പോ ഫാമിലി ഫംഗ്ഷനിലാ. അപ്പൊ ഓക്കെ ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നമ്മുടെ സ്ത്രീകളെ വിളിച്ചതേ. ഈ സമയത്ത് ഇവരങ്ങോട്ടിരുന്ന് സന്തോഷിക്കുക. അപ്പൊ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടാ അങ്ങേരെ. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആനന്ദന്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇത്രയും മീനും കൂടെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇവിടെ നിന്ന് തള്ളലാട്ടം നമ്മുടെ ഉദയഭാനു. ഈ സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് മീനുവും ഇത്രയും വരുന്നത് അറിയാതെ രണ്ടുപേരും ഭയങ്കര വർത്തമാനം, ആനന്ദും ദേവിയും കൂടെ. അതെ ഇനിയിപ്പോൾ ആനന്ദേട്ടൻ ഒന്ന് പോകും, ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒന്ന് സംസാരിച്ചോട്ടെ ആനന്ദേട്ടാ എന്ന് മീനും. ആയിക്കോട്ടെ അതിനെന്താ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി ദേവി, ഇത് മീനാക്ഷി, ഇത് മിത്ര എന്ന് പറഞ്ഞ പേരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. മിത്രേ ആനന്ദേട്ടൻ കൈവിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് മീനു. എന്നിട്ട് ഇവരിങ്ങനെ നിന്ന് പറയുമ്പോൾ നിങ്ങളെ പറ്റിയൊക്കെ വലിയ ബഹുമാനത്തിലാ ആനന്ദേട്ടൻ സംസാരിച്ചതെന്ന് ദേവി അന്നേരം പറഞ്ഞു. ആണോ, ആനന്ദേട്ടനെ നല്ലൊരു വ്യക്തിയാ, ദേവിയുടെ ഭാഗ്യ ആനന്ദേട്ടനെ കിട്ടിയതെന്നും മിത്ര അന്നേരം പറയുന്നു. അപ്പൊ ശരി നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് നിൽക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് അങ്ങോട്ടേക്ക് പോയി. ആനന്ദ് പോയി കഴിഞ്ഞപ്പോൾ ഇനി ദേവമംഗലത്തിന്റെ ഭരണം നമ്മൾ 3 പേരും കൂടി നടത്തേണ്ടതെന്നൊക്കെ പറയുന്നു മീനു ദേവിയോട്. ഈ സമയത്ത് അല്ല മിത്ര എന്താ വേറെ താമസിക്കുന്നേ എന്ന് ദേവി ചോദിച്ചു.
ഇവര് ഉടനെ തിരിച്ചു വരും. ഒരു നല്ല വീടാ ദേവമംഗലം, ഒറ്റ മനസ്സോടെ നമുക്ക് ആ വീട് ഒരു സ്വർഗമാക്കി മാറ്റാന്ന് പറയുമ്പം ആയിക്കോട്ടെ എന്ന് ദേവി പറയാം. ദേവി ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അല്ലേ വളർന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പം അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടും കാണത്തില്ല എന്ന് ദേവി. അപ്പോഴേക്കും ഗോമതിയും അതുപോലെ ശ്രീകലയും കൂടെ കയറി വന്നു. അമ്മേ, അതെ നമുക്കൊരു സെൽഫി ആയാലോ? അപ്പൊ ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. അമ്മേ ദേ ആന്റി വാ ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞ് അവരോടൊന്ന് സെൽഫി എടുത്തു. അപ്പോൾ അയ്യോ മോളെ എനിക്ക് സെൽഫി ഒന്നും എടുക്കുന്ന അത്ര ഇഷ്ടമല്ല, നിങ്ങൾ നിൽക്കും ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. പിന്നെ ദേ അവരുടെ ഫോട്ടോയും എടുത്തു നമ്മുടെ ശ്രീകല. ഈ സമയത്ത് കേട്ടോ ആന്റി, ഈ അമ്മയുണ്ടല്ലോ ഞങ്ങളുടെ ഗോമതി അമ്മ, ഈ അമ്മയാ ദേവമംഗലം വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞപ്പം കളിയാക്കിയാൽ അടി വാങ്ങോട്ടെന്ന് ഗോമതി. അയ്യോ കളിയാക്കിയതൊന്നും അല്ല, മീനാക്ഷി ചേച്ചി കാര്യം പറഞ്ഞതാണെന്നും ഇത്രയും പറഞ്ഞു. അപ്പോൾ ഗോമതി എന്ന് പറഞ്ഞ് ശ്രീകല വിളിക്കുമ്പം അയ്യോ എന്ത് ചേച്ചി, ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റിരിക്കുന്നു. അത് കേട്ടപ്പോൾ ദേവി എന്താ മിത്രേ, അത് പിന്നെ ദേവി പഠിച്ചത് ഏത് കോളേജിലാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവി വെട്ടു. എന്ന് ചോദിച്ചപ്പോൾ ഏത് കോളേജിലാ പഠിച്ചതെന്ന്. അയ്യോ യൂണിവേഴ്സിറ്റി കോളേജില്. അവിടെ വിഷയം ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പം MA. അപ്പോൾ വിഷയം ഏതായിരുന്നു മോളെ? MA ഇംഗ്ലീഷ് ആയിരുന്നു. അയ്യോ എന്നും പറഞ്ഞു മിത്ര. ഞങ്ങളെ വീട്ടിലെ അധികം ഇംഗ്ലീഷാ സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പം ആണോ അയ്യോ മീനാക്ഷി ചേച്ചി, അപ്പോൾ ദേവിയാ പറ്റിയ ആള്. എന്തിന് എന്താ കാര്യം എന്ന് ചോദിച്ചു ദേവി. എനിക്ക് കോളേജിൽ ഒരു നാടകം എഴുതണമായിരുന്നു. ഷേക്സ്പിയറിന്റെ നാടകം പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ പഠിച്ചിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. പക്ഷെ നാടകം എന്ന് വെച്ചാലേ അതാ. അപ്പൊ അതൊക്കെ കേട്ടപ്പോ സത്യം ആന്റിയും വായിച്ചിട്ടുണ്ടോ എന്ന് മിത്ര. കൊള്ളം വായിച്ചിട്ടുണ്ടെന്നോ, എത്ര വട്ടെന്ന് പറഞ്ഞ തട്ടിയങ്ങ് വിടുവാണ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ഗോമതിയും പിള്ളേരും ഭയങ്കര ഹാപ്പിയാ, മൊത്തം കയ്യിൽ നിന്ന് പോയി നിൽക്കുവാണ്. അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ പേരൊന്നും അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്നും പറയുന്നു. അപ്പൊ മീനാക്ഷി ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ പക്ഷേ അറിയാം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷി ഇങ്ങനെ കാണിക്കാം. ഭക്ഷണം കഴിക്കാറായെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി വേഗം തന്നെ ഇവരെയും കൊണ്ട് ഓടാൻ നോക്കുക. ഞാൻ എല്ലാം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ അതെ പുറത്ത് പോകുമ്പോൾ അധികം ആഭരണങ്ങളൊന്നും കഴുത്തിലിടരുത് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതി ദേവിയോട് പറയാം. സ്വർണ്ണം ഉള്ളവര് അതങ്ങോട്ടെ അമ്മേ അല്ല മിത്രേ എന്ന് മീനു. അപ്പൊ മോളെ ദേവി വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ വരുന്നു അമ്മ വിളിക്കുന്നു. എല്ലാരും ഒന്ന് വാ ഞാനങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പാവം ജീവനം കൊണ്ട് ഇറങ്ങി ഓടി. പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും പറയുവാ ഒക്കെ ആനന്ദിന്റെ ഭാഗ്യമാണെന്ന്. അപ്പൊ അതെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മിത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടു കൂട്ടരും നമ്മുടെ മക്കളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞെന്നും പിന്നെ അടുത്ത വിവാഹ നിശ്ചയം നടത്താം, പിന്നെ വിവാഹം നടത്താം, രണ്ടും എത്രയും പെട്ടെന്ന് നടത്താം എന്നൊക്കെ പറഞ്ഞ് ബാലനും പറഞ്ഞു. അപ്പൊ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. ഈ സമയത്ത് ദേവി നമുക്കിപ്പോ വൈകാതെ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ കേട്ടോ ഒന്ന് മീനു പറയാം. അപ്പോൾ ദേവിയുടെ അച്ഛനും അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞു ആനന്ദ്. അപ്പൊ ശരി ആയിക്കോട്ടെ. ഇപ്പൊ ടാറ്റയൊക്കെ കൊടുത്തു, കെട്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇവരെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവര് വണ്ടിയിൽ കയറിയിട്ടും ആനന്ദ് കയറുന്നില്ല. ആനന്ദ് ടാറ്റ കൊടുത്തോണ്ടേ നിൽക്കുവോ. ശരി എന്നാന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദ് ഇങ്ങനെ ദേവിയെ നോക്കി എന്നും പറഞ്ഞ് തലയാട്ടുന്നു. ദേവിയും അതുപോലെ തന്നെ എന്നും പറഞ്ഞ് തലയാട്ടുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവര് നെടുവീർപ്പ് ഇട്ട് അകത്തേക്ക് കയറുക. അപ്പൊ ഇപ്പോഴും എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണേന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രീകല ഇങ്ങനെ പറയുന്നു. ശ്രീകല പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ വാചകം അടിച്ചോണ്ട് എല്ലാം മടക്കി കെട്ടി എടുത്ത് വെക്കുക പോകാമെന്ന് പറഞ്ഞു. പാപ്പാന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോകട്ടോ. അവരങ്ങനെ പോകണു. ഈ സമയത്ത് അവരെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. മിത്രയെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു. വഴിയിൽ ഇറങ്ങിപ്പോയപ്പോൾ ഒരു വിഷമമാണെന്ന് പറഞ്ഞു ഗോമതി. അത് മിത്ര തന്നെ പറഞ്ഞില്ലേ മേ, വലിയ കാര്യമാക്കണ്ടെന്നും പറഞ്ഞ് ഇവർക്ക് നിൽക്കുമ്പോൾ പാലം കയറി വന്നു. ഞാനെന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് അവകാശപ്പെടുകയൊന്നും അല്ല, പക്ഷെ പറഞ്ഞ കാര്യം വളരെ നന്നായിട്ട് തന്നെ ഞാൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അതിനി പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ പാലേട്ടാ എന്ന് ചോദിക്കുക ഗോമതി. ആനന്ദിനെ എല്ലാം കൊണ്ട് ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചേച്ചി ഒന്നാമത് ഇവനിപ്പോ ഭൂമിയിലൊന്നും അല്ല നിൽക്കുന്നത്. ചില വർത്തമാനങ്ങളൊക്കെ കേട്ടാലേ ആകാശം വരെ താഴെ വന്ന് പോകുമെന്ന് ഗോമതിയോട് ധർമ്മം പറയുമ്പോൾ ഇത്രയും നല്ലൊരു ബന്ധം ഈ വീട്ടിൽ നല്ല ഈ നാട്ടിൽ തന്നെ ആർക്കും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ പറയാം. അപ്പൊ അത് സത്യമാണെന്ന് നമ്മുടെ ഗോമതി. ഈ സമയത്ത് മീനും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.